ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് തിരുവാതിര നക്ഷത്രത്തിൻ്റെ 2026 ആണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലേക്കുള്ള ദോഷ ഫലങ്ങളാണ്. പൊതുവേ തിരുവാതിര നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളോട് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് പൊതുവെ 2026 ആണ്ട് ഗുണകരമായിട്ട് കാണുന്നു. എന്നാൽ ജനുവരി ഫെബ്രുവരി മാസത്തിൽ ചെറിയ ചെറിയ ദോഷഫലങ്ങളും ഈ കൂടെ കാണുന്നതാണ്. ഇതിലെടുത്ത് വേണ്ട വ്യാപാര വ്യവസായികൾക്കൊക്കെ തീർച്ചയായിട്ടും ഗുണകരമായ സമയമാണ്. വ്യാപാരി വ്യവസായികൾക്ക് ബിസിനസ്സിലൊക്കെ വളർച്ചയും ഉയർച്ചയൊക്കെ ഉണ്ടാവും. തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി തന്നെയാണ് ഈ ജനുവരി ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾക്ക് എടുത്തു പറയേണ്ടത്. എന്നാൽ ബന്ധുക്കളുടെ ചിലരുടെയൊക്കെ നിസ്സഹകരണം മനോദുഃഖത്തിന് വഴിവെക്കുന്നതാണ്. കുടുംബത്തിലെ ചില അപസ്വരങ്ങൾക്കും സഹോദരങ്ങളുടെ വിമർശനങ്ങൾക്കൊക്കെ നിങ്ങൾ വിധേയരാകേണ്ടി വരുന്നതാണ്. കർമ്മരംഗത്ത് ഗുണകരമായ പല മാറ്റങ്ങളും ഈ സമയത്തുണ്ടാകും. ഉന്നത അധികാരികളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ ഒക്കെ സാമ്പത്തിക സഹായം ലഭിക്കാനുള്ള സാധ്യതയും ഈ സമയത്തുണ്ട്. ചിലർക്കൊക്കെ പൂർവിക സ്വത്തുക്കൾ അനുഭവയോഗ്യമാകും. അതല്ല എങ്കിൽ ദീർഘനാളായിട്ട് കേസിലൊക്കെ കിടന്ന് നിങ്ങളുടെ കുടുംബ സ്വത്ത് നിങ്ങൾക്ക് പതിച്ചു കിട്ടുന്ന അവസ്ഥയും ഉണ്ടാകും. അല്ലെങ്കിൽ കോടതി നടപടികൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറും. ചിലരൊക്കെ ഗൃഹം മോടി പിടിപ്പിക്കാനുള്ള, പഴയ വീട് മോടി പിടിപ്പിക്കാനുള്ള ചില മെയിൻ്റനൻസ് ഒക്കെ നടത്തി മോടി പിടിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക നില തീർച്ചയായിട്ടും മെച്ചപ്പെടുക തന്നെ ചെയ്യും. പല വിധത്തിലുള്ള സുഖഭോഗങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നതാണ്. ധാരാളം ദൂർത്തും ഉണ്ടാകും. അതോടൊപ്പം തന്നെ ചിലരൊക്കെ വാഹനം മാറ്റി വാങ്ങാനോ അല്ലെങ്കിൽ പുതിയ വാങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. വാഹനയോഗം തീർച്ചയായിട്ടും ഉണ്ട്. ചിലരൊക്കെ സ്വജനങ്ങളെ പിരിഞ്ഞു കഴിയേണ്ട സാഹചര്യവും ഈ സമയത്തുണ്ട്. വിശ്വസിക്കുന്നവരാൽ വഞ്ചിതരാകാനുള്ള സാധ്യത ഈ സമയത്ത് കൂടുതലായിട്ട് കാണുന്നതുകൊണ്ട് എല്ലാവർക്കും പണം കടം കൊടുക്കുക, അതല്ലെങ്കിൽ ചെക്കുകളിലെ ബോണ്ടിലോ ഒക്കെ സൈൻ ചെയ്യുക, ജാമ്യം നിൽക്കുക ഒക്കെ ചെയ്യുന്നതൊന്ന് ഒഴിവാക്കുക. പൊതുരംഗത്ത് കാലം അത്ര കണ്ട അനുകൂലമല്ല. പൊതുപ്രവർത്തകർക്ക് കാലം ഗുണകരമായിട്ട് കാണുന്നില്ല. മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഞങ്ങൾക്ക് ജനുവരി ഫെബ്രുവരി മാസത്തിൽ അനുഭവപ്പെടുന്നതാണ്. സാമ്പത്തിക പ്രശ്നങ്ങളിൽ അകപ്പെട്ടിട്ട് നിങ്ങൾ ഭാര്യ വീട്ടുകാരുമായിട്ട് അകൽച്ച ഉണ്ടാകാനുള്ള സാധ്യതയും ഈ സമയത്ത് കാണുന്നു. വസ്തു സംബന്ധമായിട്ടുള്ള വ്യവഹാരങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. അതുപോലെ അനാവശ്യ കൂട്ടുകെട്ടുകൾ നിങ്ങളൊന്ന് ഒഴിവാക്കുക. ഈ അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു നഷ്ടത്തിൻ്റെ ഭണ്ഡാരം തന്നെ നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടായിരിക്കും പോകുന്നത്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളെയൊക്കെ മെല്ലെ ഒഴിവാക്കുന്നതായിരിക്കും ഈ സമയങ്ങളിൽ 2026 നിങ്ങൾക്ക് നല്ലത്. എപ്പോഴും ആകുല ചിന്തകളൊക്കെ മനസ്സിനെ സദാ അലട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾക്ക് പ്രവർത്തന മേഖലയിലൊക്കെ കൂടുതൽ ഉത്തരവാദിത്തങ്ങളൊക്കെ നിങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ടൊക്കെ വരും. പൊതുവെ ഈശ്വരാനുഗ്രഹം കൂടുതലായിട്ട് ഫെബ്രുവരി മാസമൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾ ധീരമായ പല തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നതാണ് ഈ സമയത്ത്. ചില പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങളായിക്കോട്ടെ, ജോലിയിലേക്ക് ആയിക്കോട്ടെ, ചില എടുക്കുന്ന തീരുമാനങ്ങൾക്ക് മറ്റുള്ളവരൊക്കെ ആശ്ചര്യപ്പെടും. അതുപോലുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നതാണ്. അതിൽ നിങ്ങൾക്ക് വിജയവും നേടാൻ സാധിക്കും. എഴുത്തുകാർക്കൊക്കെ നല്ല സമയമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ പണം ദുർവ്യാഗം ചെയ്യുന്നതിലൊക്കെ സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകും. അതുകൊണ്ട് പണം ദൂർത്തടിക്കുന്നതിലൊക്കെ ഒന്ന് ഭദ്രത ഉണ്ടാക്കുക. അത് ദൂർത്തൊക്കെ ഒന്ന് കുറക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് ശത്രുശല്യം അനുഭവിക്കാനുള്ള സാധ്യത ഉള്ളതായിട്ട് കാണുന്ന ശത്രുക്കൾ നിങ്ങൾ സദാശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത് തൊഴിലും ഉണ്ടാവും. വാഹനം, ഭൂമി എന്നിവ സ്വന്തമാക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് ഈ ഫെബ്രുവരി മാസത്തിൽ കാണുന്നു. അതുപോലെ മനസ്സ് ചഞ്ചലമാകാനുള്ള സാധ്യതയാണ് കൂടുതലും ഈ സമയത്ത് കാണുന്നത്. നിങ്ങൾ ഒരു കാര്യത്തിലൊരു ഉറച്ച തീരുമാനം എടുക്കുകയില്ല. എപ്പോഴും മനസ്സ് ചഞ്ചലമായിക്കൊണ്ടിരിക്കും. ഷെയർ മാർക്കറ്റ് ബിസിനസ്സിലൊക്കെ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നു. ഉദ്യോഗസ്ഥർക്കൊക്കെ ഗുണകരമാണ്. അവർ പ്രൊമോഷൻ ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങൾ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും, കല്ലുതുള്ളുകയൊക്കെ ചെയ്യും. വിദേശത്ത് സ്ഥിരതാമസമാക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് കാലം അനുകൂലമാണ്. അതിനുള്ള ഗവൺമെൻറ് അനുമതിയൊക്കെ ലഭിക്കുന്നതാണ്. പൊതുവെ വിദ്യാർത്ഥികൾക്കും നല്ല സമയമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ശുഭകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ വാർത്തകളൊക്കെ കേൾക്കാനൊക്കെ സാധിക്കും. ഇൻ്റർവ്യൂവിലൊക്കെ നിങ്ങൾക്ക് വിജയിക്കാനായിട്ടൊക്കെ സാധിക്കും. നിങ്ങൾ പൊതുവേ ജനുവരി ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾ അയ്യപ്പനെ ഭജിക്കുന്നത് ഗുണകരമാണ്. നീരാഞ്ജനം വഴിപാടായിട്ട് കഴുകുക. അതുപോലെ തന്നെ എള്ളുവിളക്കൊക്കെ നടത്തുന്നത് നല്ലതാണ്. എള്ളു പായസം കഴിക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ ഈ വർഷം മുഴുവൻ ഗുണങ്ങളുടെ മാറ്റി വർദ്ധിക്കാനും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനുമായിട്ട് നിങ്ങൾ പൊതുവെ
പോകേണ്ടത് ശിവപ്രീതിക്ക് വേണ്ടിയാണ്. എല്ലാ ശനിയാഴ്ചയോ തിങ്കളാഴ്ചയോ ഒക്കെ ശിവക്ഷേത്രം ദർശിക്കുക. ഭഗവാന്റെ ചരണങ്ങളിൽ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പൊതുവെയുള്ള ഈ മോശ സമയത്തെ കാര്യങ്ങളൊക്കെ ഭഗവാൻ നോക്കിക്കോളും. ഒപ്പം നല്ലൊരു ഉയർച്ച ലഭിക്കാനായിട്ട് ശനിദോഷം മാറാനായിട്ടൊക്കെ അയ്യപ്പൻ്റെ ഭാഗത്തു നിന്നുള്ള വഴിപാടുകളും ചെയ്യുക. അയ്യപ്പ ക്ഷേത്രം ദർശിക്കുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഗുണഫലങ്ങളുടെ വർദ്ധിക്കാനും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറക്കാനുമായിട്ട് സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.